ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഇന്നത്തേതിൽ നിന്നും ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഈ വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യുകയാണ്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് MA യൂസഫ് അലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. യൂസഫ് അലി സാറ് ഒരിക്കൽ കൂടി തൻ്റെ സമ്പന്നതയെ സഫലമാക്കിയിരിക്കുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കൈകളില്ലാത്ത പ്രണവിന് പാലക്കാട് പുതുതായി തുടങ്ങിയ തൻ്റെ സ്ഥാപനത്തിൽ ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശം നൽകുന്ന ആ നിമിഷങ്ങൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. സാറിനൊരു വലിയൊരു ഹെൽപ്പുമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു സങ്കടം പറയാൻ എനിക്ക് ജോലിയില്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് ജോലി കിട്ടിയിട്ട് എൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യണം. പുള്ളിക്ക് ഇവിടെ ഒരു ജോലി കൊടുക്കണം. പുള്ളിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റാവുന്നോ ജോലി കൊടുക്കണം. പുള്ളിക്ക് കംഫർട്ടായിട്ടൊരു ജോലി കൊടുക്കും. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ പുള്ളി ഇവിടെ ജോലിക്ക് ഉണ്ടാവും. പോരെ? ഇതൊരു മാതൃകയാവണം. മറ്റ് രാജ്യങ്ങളിലെ സർക്കാരുകളും സ്ഥാപനങ്ങളും ഇത്തരം കുട്ടികളെ ചേർത്ത് നിർത്തുന്നത് ഇങ്ങനെയാണ്. ഒപ്പം ഈ മാതൃക സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും തുടങ്ങാൻ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വന്നാൽ ഒരുപാട് കുടുംബങ്ങൾക്ക് അതൊരു വലിയ ആശ്വാസമാവും. വിമർശനങ്ങളും പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള ആളുകളൊക്കെ ചുറ്റുമുണ്ടാവും. അതിനെ അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക. അന്ന് അദ്ദേഹം ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിൽ വന്നപ്പോൾ പറഞ്ഞ ആ വാക്കുകൾ, ഏത് കാര്യം പറഞ്ഞാലും അതിനെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. അവരോടൊന്നും പറയാനില്ല. ജീവിതത്തിൽ ഏറ്റവും എളുപ്പമുള്ളതും മുതൽ മുടക്കില്ലാത്തതുമായ കാര്യം മറ്റുള്ളവരെ വെറുതെ ഇരുന്നിട്ട് കുറ്റം പറയാറ്. അപ്പോൾ അവരുടെ സ്വഭാവം അവർ കാണിക്കും. ആയതുകൊണ്ട് ഇതെൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നതൊക്കെ. അല്ലാണ്ട് പേരിനോ പ്രസിദ്ധിക്കോ വേണ്ടതല്ല. അവരങ്ങനെ പറഞ്ഞുകൊണ്ട് കരിഞ്ഞു പോകുന്നവരായിരിക്കും. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ യൂസഫ് അലിയെ കുറിച്ചുള്ള സാധാരണ ജനങ്ങളുടെ ധാരണ കുറച്ചെങ്കിലും ഒന്ന് മാറുവാൻ വേണ്ടിയാണ് ഞാൻ ഈ അപ്ലോഡ് ചെയ്തേക്കുന്നത്. കാരണം ഞാൻ പല സോഷ്യൽ മീഡിയയിലും യൂസഫ് അലിയെക്കുറിച്ച് ഓരോരുത്തരുടെ കമൻറ്റുകൾ വായിച്ചിട്ടുണ്ട്. ആ നല്ല മനുഷ്യൻ ഇത്രയുമൊക്കെ ചെയ്തു കഴിഞ്ഞാലും കുറ്റം പറയാനുള്ള എത്ര പേരുടെ ആ ആവേശം കാണുമ്പോൾ ഇത് ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി. ഓരോരുത്തർക്കും കുറേ കാശ് കിട്ടിയാൽ മാത്രം മതിയെന്നും അല്ലെങ്കിൽ യൂസഫ് അലി എന്താ കാശ് കൊടുക്കാത്തതെന്നും പറയുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ കുറേ കാശ് കൊടുക്കുന്നതിനെക്കാട്ടും എത്രയോ നല്ലതാണ് തൻ്റെ സ്ഥാപനത്തിൽ ഒരു ജോലി കൊടുക്കുന്നത്. യൂസഫ് അലി എന്ന വ്യക്തി കുറേ കാശ് കൊടുത്തത് കൊണ്ട് ഒരാൾക്ക് കഷ്ടപ്പാട് തീരുന്നില്ല എന്നും ആ ആൾക്ക് സ്ഥിരമായ ഒരു വരുമാനം കൊടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ സാധിക്കുമെന്നും യൂസഫ് അലി മറ്റൊരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ജോലി കൊടുക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനം തോന്നുന്നു. വിദേശത്ത് കിടക്കുന്ന എനിക്കുമൊക്കെ യൂസഫ് അലി എന്ന വ്യക്തി ലുലുമാള് നടത്തി കോടികൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും കൂടിയാണല്ലോ എന്നറിയുമ്പോൾ അഭിമാനം തോന്നുന്നു. അപ്പോൾ ഈ രണ്ട് കൈയും ഇല്ലാത്ത ആൾക്ക് യൂസഫ് അലി എന്ന വ്യക്തി തൻ്റെ സ്ഥാപനത്തിൽ ജോലി കൊടുക്കാൻ നിർദ്ദേശിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എന്ത് പറഞ്ഞ് ആദരിക്കണമെന്ന് നമുക്കറിയില്ല. ഇതുകൂടാതെ തന്നെ മുതുകാടിനെ കുറിച്ച് എനിക്കും കൂടുതൽ അറിവൊന്നുമില്ലായിരുന്നു. കാരണം പുറത്ത് കിടക്കുന്ന എനിക്കും ഗോപിനാഥ് മുതുകാടിനെ പറ്റി കൂടുതലൊന്നും അറിയാൻ സാധിച്ചില്ല. ഈ വീഡിയോ കണ്ടതോടുകൂടി ഇദ്ദേഹവും നല്ല രീതിയിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് 10 പേരിലേക്കെങ്കിലും എത്തട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.